ഇനി സ്വർണം, വെള്ളി, ഡയമണ്ട് ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് മറന്നേക്കൂ. ഇപ്പോൾ ശരിക്കും വില കൂടുന്നത് കമ്പ്യൂട്ടർ റാമിനാണ്. അതെ, 4GB, 8GB, 16GB എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ്. കാരണം ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് റാം ഷോർട്ടേജ് എന്ന വലിയ പ്രോബ്ലം ആണ്. എക്സ്പേർട്സ് പറയുന്നത് 2026 കമ്പ്യൂട്ടർ യൂസേഴ്സിന് വേസ്റ്റ് ഇയർ ആയിരിക്കുമെന്നാണ്. റാം ഷോർട്ടേജോ? അതെന്തേ പെട്ടെന്ന് സംഭവിച്ച്? ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ നോക്കിയാൽ 4GB, 8GB റാമിന്റെ പ്രൈസ് 5-6 മടങ്ങ് വരെ കൂടിയിട്ടുണ്ട്. കാരണം സിമ്പിൾ ആണ്. ലോകത്തെ 95% റാം പ്രൊഡക്ഷൻ 3 കമ്പനികളാണ് കൺട്രോൾ ചെയ്യുന്നത്. സാംസങ്, SK ഹൈനിക്സ്, മൈക്രോൺ. ഇവ 3 പേരും ഇപ്പോൾ റാം നോർമൽ യൂസേഴ്സിന് വിൽക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പിന്നെ റാം പോകുന്നത് എവിടേക്കാ? AI കമ്പനീസിലേക്ക്. ChatGPT, ജെമിനി പോലെയുള്ള AI സർവീസിന് കൂടുതൽ റാം കപ്പാസിറ്റി വേണം. കൺസ്യൂമർക്ക് വിൽക്കുന്നതിനേക്കാൾ AI കമ്പനീസിന് ഡയറക്റ്റ് സെൽ ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. മൈക്രോൺ ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾ AI മാർക്കറ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന്. ഓപ്പൺ AIയുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ ലോകത്തിലെ മൊത്തം റാമിന്റെ ഏകദേശം 40% ChatGPT സർവേഴ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നോർമൽ PC ബിൽഡേഴ്സ്, ഗെയിമേഴ്സ്, സ്റ്റുഡൻസ് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത്. AI ക്രേസ് കുറയുമ്പോൾ എന്താകും? അപ്പോൾ ഈ സെയിം കമ്പനീസ് വീണ്ടും കൺസ്യൂമർ മാർക്കറ്റിലേക്ക് വരും. പക്ഷേ ഇന്നത്തെ ഡ്രാമ കഴിഞ്ഞ് അവർ റാം വിൽക്കാൻ വന്നാൽ നമ്മൾ ബ്ലൈൻഡ്ലി വാങ്ങണോ? അത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. ഇപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ തുടർന്നാൽ ഇന്ന് 6000 രൂപക്ക് കിട്ടുന്ന റാം നാളെ 60,000 ആയാലും ഷോക്ക് ആകരുത്. സോ PC ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ റാം ഇപ്പോൾ തന്നെ വാങ്ങുക. AIകൾ തമ്മിലുള്ള വാറിൽ നോർമൽ യൂസേഴ്സിനാണ് പ്രശ്നം വരുന്നത്. ഓ താങ്ക് യു. എന്നാലൊരു ലൈക്ക് ആവാല്ലേ?